ഇന്നത്തെ കുക്കറി സെഗ്മെന്റുമായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള നമ്മുടെ കേക്ക്സ് കോർണറിലാണ്. കേക്ക്സ് കോർണറിൻ്റെയും രുചിക്കൂട്ടിൻ്റെയും എല്ലാമായിട്ടുള്ള നമ്മുടെ കൃഷ്ണ ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ചേച്ചീനെ സ്വാഗതം ചെയ്യാം. ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആണല്ലേ നമുക്ക് പറഞ്ഞുതരാം. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ബോൾസ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഹോട്ട് ചോക്ലേറ്റ് ബോൾസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് തുടങ്ങാം. ഇൻഗ്രീഡിയൻസ് മിൽക്ക് ഉണ്ട്. മിൽക്കൊക്കെ നമുക്ക് താല്പര്യമുള്ള എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വേണ്ടെന്നോ അത്രയും കപ്പ് എടുത്ത് വെക്കാം. പിന്നെ സ്പ്രിങ്കിൾസ് ഉണ്ട്, മാഷ്മെലോസ് ഉണ്ട്. മാഷ്മെലോസ് ഒക്കെ നമുക്ക് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്. ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റിന് പകരം വേണമെങ്കിൽ കൊക്കോ പൗഡർ പിന്നെ ഷുഗർ മിക്സ് ചെയ്തിട്ട് എടുക്കാം, അതായിരുന്നാലും ഓക്കെയാണ്. പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക, അതിനൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക, അതിനൊരു ഷെല്ല് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഡാർക്ക് കോമ്പൗണ്ടിനെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ബോയിൽ ചെയ്യുന്ന ടൈമിൽ വാട്ടർ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം എന്നുള്ളത്. വാട്ടർ ക്ലിയർ ആയിട്ടുള്ള ബൗൾ ആയിരിക്കണം. വാട്ടർ കണ്ടന്റോ ഫാറ്റിന്റെ കണ്ടന്റോ ഓയിൽ ബട്ടർ അങ്ങനെ എണ്ണ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ പ്ലെയിൻ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ബൗളിലായിരിക്കണം നമ്മൾ ചോക്ലേറ്റ് എപ്പോഴും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ മാത്രം നമുക്ക് ആ ചോക്ലേറ്റ് നല്ല ലിക്വിഡി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത്, അല്ലേ? പെട്ടെന്ന് മെൽറ്റ് ചെയ്യുന്ന ഒരു കുക്കിംഗ് പ്രോസസ്സും പിന്നെ പാല് തിളപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കുക്കിംഗ് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ കുട്ടികൾക്കും ആർക്കായിരുന്നാലും കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോട്ട് ചോക്ലേറ്റ് ബോൾസ് അല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് ബോംസ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഇത് തിളപ്പിച്ച പാലാണോ വച്ചേക്കുന്നത്? അല്ല, ഇത് ഞാൻ തിളപ്പിച്ചിട്ടില്ല. നമ്മൾ നല്ല തിളക്കുന്ന പാലിൽ വേണം ഇത് ഇടാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ബോംബ് എന്ന് പറയാൻ കാരണം ഇടുമ്പോഴത്തേക്കും പൊട്ടുമ്പോഴത്തേക്കും അതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫില്ലിങ് അത് പുറത്ത് വരും പൊട്ടിയിട്ട്. അപ്പൊ ആ ഒരു ഇതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്, ആ മിൽക്കിന് ടേസ്റ്റ്. നമ്മൾ അല്ല എക്സ്ട്രാ ഷുഗർ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റും ഇതുപോലെ ഹെവിയാണ്. പിന്നെ നമ്മൾ ഈ ബൂസ്റ്റും ചോക്കോ ചിപ്സും മാഷ്മെലോസ് എല്ലാം കൂടെ വരുന്ന സംഭവമല്ലേ. അപ്പൊ നമുക്ക് ഈ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിംഗ് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ രുചിക്കൂട്ടിന്റെയും കേക്ക്സ് കോർണറിന്റെയും ഒക്കെ വിശേഷങ്ങൾ നമുക്കറിയാം. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻസ്, എനിക്കൊരു ഷോപ്പാണ് എൻ്റെ ഒരു വലിയ ഡ്രീം എന്ന് പറയുന്നത്. അത് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു നമ്മുടെ വീട് പണിയുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ രണ്ടും കൂടെ ഇത് ചെയ്യണ്ട, മിങ്കിൾ ചെയ്ത് അത് ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ വീടിന്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോപ്പ് തന്നെയാണ്, ഷോപ്പിലോട്ട്. അപ്പൊ പെട്ടെന്നൊരു ഹോട്ടൽ എന്നുള്ള ഒരു രീതിയിലാണോ അതോ? ഹോട്ടൽ എന്നുള്ള ഇതല്ല, എനിക്കൊരു ബേക്കിങ്ങിന്റെ ഒരു ട്രെയിനിങ് സെന്റർ കം ഒരു ബേക്കറി, അതാണ് ബേക്ക് ഷോപ്പ്, അതാണ് ഞാൻ കേക്ക്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മേ ബി അത് ഹോട്ടലും ആവും, താല്പര്യമുണ്ട്. പക്ഷെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം ഞാനിപ്പോ എനിക്ക് ഇതിനെപ്പറ്റി ബേസിക് ആയിട്ട് ഞാനിപ്പോ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ പെട്ടെന്നൊരു സ്റ്റെപ്പ് എടുത്തു വെക്കാനുള്ള ഒരു ധൈര്യക്കുറവുണ്ട്. അത് മേ ബി നടക്കും, ഫ്യൂച്ചറിൽ ഉണ്ടാവും. പക്ഷെ ഇപ്പോ ഉടനെ എടുത്തു വെക്കാൻ എന്തായാലും അങ്ങനെയൊക്കെ നടക്കട്ടെ, ആഗ്രഹങ്ങൾ പോലെയൊക്കെ. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാണല്ലോ, മെൽറ്റ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ, പുറമെ കാണുമ്പോഴത്തേക്കും അത് അനങ്ങാതിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. മെൽറ്റ് ആയിട്ട് ചോക്ലേറ്റിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാത്തത് കൊണ്ട് അത് തന്നെ ഇരുന്ന് അങ്ങ് മെൽറ്റ് ആയി. ഓക്കെ, അപ്പം നമ്മുടെ ഇത് സെറ്റ് ആയല്ലേ? മെൽറ്റ് ആയതായി. ഒത്തിരി മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നം, അതിന്റെ ആ ഒരു ഈർപ്പം വന്നിട്ട് ചോക്ലേറ്റ് ഹാർഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഒരു ചെറിയ ലംസ് പോലെ അത് ഒത്തിരി നേരം ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ടൈം പോയതാക്കാൻ അറിയില്ല അല്ലേ? അപ്പൊ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടിനെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് ടാസ്ക് ചൂടോട് കൂടി തന്നെ ചെയ്യാം നമുക്ക്. ഇത് ഈ മോൾസിൽ നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലേ? ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ, നമ്മുടെ കയ്യിൽ ഇപ്പം ഒത്തിരി ഷേപ്സ് ഉണ്ടല്ലോ. ഇതിപ്പോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കുഞ്ഞാണ്. ഇതിൽ കൂടെ ഇച്ചിരി കൂടെ വലുതെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം അതിനകത്ത് നമുക്ക് അത്രയും ഫില്ലിങ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കുഞ്ഞാവുമ്പോഴത്തേക്കും അതിനുള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്ങും അത്രയും ചെറിയ പോർഷനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ വലുതെടുക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു വലിയ ബോൾ എടുക്കുവാണെങ്കിൽ അതിൽ നമുക്ക് ഫില്ലിങ് അത്രയും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അത് ഒരു ബോൾ മതി ഒരു മിൽക്കിൽ ഇടാൻ വേണ്ടി. ഇതിപ്പോ 2 ബോംബൊക്കെ ഇടേണ്ടി വരും മിൽക്കില്. ഇതിപ്പോ ഒരു പ്രാവശ്യം ചെയ്ത് ഇത് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോട്ടിംഗ് കൂടെ കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് പെട്ടെന്ന് സെറ്റ് ആവും. ചോക്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റ് ആവും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ കുറച്ച് രണ്ടാമത്തെ ലെയറും കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു സ്ട്രോങ് ആവും, പൊട്ടിപ്പോവാനുള്ള ചാൻസസ് കുറഞ്ഞു കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഡയറി മിൽക്ക് ഷോർട്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതേ കൂട്ടാണല്ലേ ചെയ്യുന്നത്? ഡയറി മിൽക്ക് ഷോർട്സ് എന്ന് പറയുന്നത് ചോക്ലേറ്റിന്റെ കോട്ടിംഗ് അല്ലേ കൊടുക്കുന്നത് അതിന്റെ പുറത്ത്. അപ്പൊ അതും എല്ലാം സിമിലർ തന്നെയാണ്, വേറെ പ്രോസസ്സ് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഈ ഒരു ഇതിലോട്ട് തന്നെയാണ് പോകുന്നത്. എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ കറികൾ വെക്കുമ്പോഴായിരുന്നാലും സദ്യക്ക് സെയിം അരപ്പ് തന്നെയല്ലേ പലതിലും ചേർക്കുന്നത്, പക്ഷേ കറികളുടെ പേര് വ്യത്യാസം. അപ്പൊ നമ്മുടെ സിലിക്കൺ മോൾഡിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഒരു കോട്ടിംഗ് ചെയ്തു. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അടുത്ത കോട്ടിംഗ് ചെയ്യുന്നത്. ഫ്രീസറിനകത്തോട്ട് വെക്കണം, അപ്പൊ പെട്ടെന്നാകും. ഒരു 2-3 മിനിറ്റ്സ് അത്ര മതി. അപ്പോഴത്തേക്കും ഇത് ഒരു കോട്ടിങ് ഒന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്തോട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ചോക്ലേറ്റ് നല്ല ചൂടുണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചോക്ലേറ്റ് വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഹാർഡായി നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഇത് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ചൂടായിരിക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് കോട്ടിംഗ്, സെക്കൻഡ് കോട്ടിംഗ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇത് ഓടിപ്പോയി നമ്മളപ്പോ ഫ്രീസറിൽ വെച്ചിട്ട് 2-3 മിനിറ്റ്സ് അല്ലേ? അപ്പൊ നമ്മളിവിടെ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഒരു 3 മിനിറ്റ്സ് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇതാവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ദേ ഇങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല കട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങും കൊടുത്തു. ഇത് ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2-3 മിനിറ്റ്സ് വീണ്ടും ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളൊരു 2-3 മിനിറ്റ്സ് ഒക്കെ നമ്മുടെ സിലിക്കൺ മോൾഡിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനതേ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? അതിനെ മാറ്റി ആദ്യം കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. കാരണം അത് ആയിട്ടില്ല. അപ്പം ആയത് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ കാണുന്നുണ്ടായിരിക്കും അല്ലേ? പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ദേ ഇങ്ങനെ നമ്മൾ ഓരോ ഷേപ്സിലും, നമ്മുടെ ഹാർട്ട് ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും ഒക്കെ നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ച് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്താ ചെയ്യുക? ഇതിലാണ് ഫില്ലിംഗ് ചെയ്യാൻ പോകുന്നത്. ഫില്ലിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഫില്ലിങ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റ് ഒന്ന് വെച്ച് ചൂടാക്കണം. ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളത് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് നിൽക്കത്തില്ല. നല്ല സ്റ്റീൽ പ്ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ചൂട് പിടിക്കും. അതാണ് സ്റ്റീൽ പ്ലേറ്റ് വെക്കുന്നത്. അല്ല ചൂട് വെള്ളത്തിൽ മുക്കിയെടുത്താലും മതി പ്ലേറ്റ് ഏതെങ്കിലും. നമുക്ക് ഫില്ലിംഗ് കൊടുക്കാം. ഫില്ലിങ്ങിന് കുറച്ച് ബൂസ്റ്റ് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് ചോക്കോ ചിപ്സ്. നമുക്കിത് ചെറുതായതുകൊണ്ട് അതിന്റെ പരിമിതികളുണ്ട്, അതനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ. കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഓപ്ഷണൽ ആണ്. നമുക്ക് കുട്ടികൾക്ക് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ്കിൾസോ എന്തെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു മാഷ്മെലോ, നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏതാണോ കൂടുതൽ വേണ്ട അതനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹാർട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്യണം. കാരണം പെട്ടെന്ന് നമുക്കത് മെൽറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിപ്പം നമ്മൾക്ക് സൗകര്യം അനുസരിച്ചുള്ള ഒരു, ഞാനിതിപ്പോ ഒരു പാക്കറ്റ്, അതായത് 1/2 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് എടുക്കാം. നമുക്ക് അങ്ങനെ അളവൊന്നുമില്ല പ്രത്യേകിച്ച്. നമ്മളിപ്പോ 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് മതി. അതനുസരിച്ചിട്ട് നമ്മൾ ബോൾസ് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, അപ്പം നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്ത എല്ലാ ഐറ്റംസും നമ്മൾ ഇതിലേക്കും ജസ്റ്റ് ഇടുന്നു. സ്പ്രിങ്കിൾസ് മാത്രം ഞാൻ ഇടുന്നില്ല, കാരണം ഒത്തിരി ഇട ആവശ്യമില്ല. ഓക്കെ, ഇതിലോട്ട് ഞാൻ ഈ ബോംബ്സ് ഇടാൻ പോവാണ്. പൊട്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളത് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അതെ ഇളക്കി കഴിയുമ്പോഴേക്കും ഉള്ളിലുണ്ടായിരുന്ന കണ്ടൻസ് ഒക്കെ പുറമേ വരും. ഓൾറെഡി നമ്മൾ അല്ലാതെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രേ ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടീസ് റെഡി ആയി നിൽപ്പുണ്ട്. കുട്ടീസിനെ വിളിക്കാം അല്ലേ? വായോ
നമ്മുടെ ഹൈറ്റിന് ഇച്ചിരി പ്രശ്നമുള്ളത് കാരണം എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കട്ടക്ക് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, കുട്ടീസാണ്. നമ്മളൊരു സ്റ്റൂളിൻ്റെ പുറത്ത് കയറ്റി നിർത്തിക്കുകയാണ്. അത് നമ്മുടെ കൃഷ്ണ ചേച്ചിയുടെ മോളാണ്. ആൾക്ക് 3 വയസ്സേ ഉള്ളൂ. അതിഥി. ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേ. മാനസ എന്നാണ് പേര്. ഇദ്ദേഹം നമ്മുടെ കൃഷ്ണ ചേച്ചിയുടെ മോളാണ്. അടിപൊളി പാട്ടുകാരിയൊക്കെയാണ്. മാനസയുടെ ഒരു അടിപൊളി പാട്ട് നമുക്ക് കേൾക്കാം. ഒരു അടിപൊളി പാട്ട് പാടിക്കൊടുത്ത എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാനുള്ളൊരു പരുവമായിട്ടുണ്ടോ? ചൂടാണ് ഇപ്പോഴും. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊരു സ്പൂണിൽ കൊടുക്കാം അല്ലേ, അവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. എങ്ങനെ പറഞ്ഞേ? യമ്മിയാണോ? യമ്മിയാണ്. അപ്പം ഇനി വേണം അല്ലേ, നമുക്ക് ചൂടാറിയിട്ട് കഴിക്കാം കേട്ടോ, ചൂടാറിയിട്ട് കുടിക്കാം. അപ്പം എന്തായാലും ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാം കേട്ടോ. നമ്മളുടെ എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ബോംബൊക്കെ. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഇതൊക്കെ നമുക്കൊന്ന് ഡെലിവറി ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്നാലും ബോൾസ് ഉണ്ടല്ലോ, അത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓക്കെ. നമ്മൾ പണ്ട് ചോക്കോസൊക്കെ കഴിക്കുന്ന ഒരു ഒരു നൊസ്റ്റാൾജിയ ഒക്കെ തിരിച്ചു വരും കേട്ടോ. നൊസ്റ്റാൾജിയ അല്ല, ഇപ്പോഴും കഴിക്കാറുണ്ട്. എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. പാല് കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ കഴിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.